സംബന്ധിച്ച് ഏറ്റവും പ്രധാനം സുരക്ഷിതമായി രാവിലെ നമ്മളെ ഏൽപ്പിച്ചവരെ തിരിച്ച് കൊടുക്കുക എന്നുള്ളതാണ്. അത് ചില്ലറക്കാരല്ല, നമ്മുടെ നാടിനെ നാളെ മുന്നോട്ട് നയിക്കേണ്ട ആളുകളാണ് നിങ്ങളുടെ കയ്യിലുള്ളത്. നമ്മൾക്ക് സാധിക്കാത്തത് അവരിലൂടെ നമുക്ക് സാധിപ്പിക്കാം. നിങ്ങൾ കൊണ്ടുപോയ ആളുകൾ നാളെ കലക്ടറോ അല്ലേ അതിൻ്റെ അപ്പുറമോ ഒക്കെ എത്തിച്ചേരാനുള്ളവരാണ്. അവരെ നമ്മൾ അകാലത്തിൽ ഒരു ദുരന്തത്തിലേക്ക് തള്ളിവിടാതിരിക്കാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 30-നെ ഈസി ആയിട്ട് കൊണ്ടു നടക്കാം നിങ്ങളുടെ കൂടെ. പിന്നെ വേഗത കൂടാതെ നേരത്തെ പറഞ്ഞ അല്ലെ മൊബൈൽ ഫോൺ, അതിനെ മൊത്തത്തിൽ നമ്മൾ അത്തരം കാര്യങ്ങളെ മൊത്തത്തിൽ പറയുന്നത് ഡിസ്ട്രാക്റ്റീവ് ഡ്രൈവിംഗ് എന്നാണ്. അതായത് ഡ്രൈവിങ്ങിലെ ഡിസ്ട്രാക്ഷൻ, വ്യതിചലനം. നമുക്ക് കൈ വേണം വണ്ടി ഓടിക്കുമ്പോൾ അല്ലേ, കൈ ഡ്രൈവിംഗ് ഹാൻഡ് സ്റ്റിയറിംഗിൽ വേണം, കാല് ബ്രേക്കിലും ആക്സിലേറ്ററിലും ക്ലച്ചിലുമായിട്ട് വേണം, കണ്ണ് റോഡിൽ വേണം അല്ലേ, കേൾവി നമ്മുടെ പരിസരത്ത് വേണം. അപ്പോൾ ഒരു അവയവത്തിനെയും നമുക്ക് എന്ത് ചെയ്യാനില്ല, സ്പെയർ ചെയ്യാനില്ല. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മുടെ എന്തൊക്കെ നടക്കുന്നുണ്ട്? നമ്മുടെ കയ്യിൽ ഫോണുണ്ട്, ഹെഡ്സെറ്റ് ഉണ്ട്, പാട്ടുപെട്ടിയുണ്ട്, കുടിവെള്ളമുണ്ട്, സ്നാക്സ് ഉണ്ട്, ചുറ്റുമുള്ള കാഴ്ചകളുണ്ട്. അപ്പം നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യാനുള്ള ഒരുപാട് സാമഗ്രികൾ നമ്മുടെ വാഹനത്തിനകത്തും പുറത്തും ഉണ്ട്. അപ്പോൾ ഫോൺ അടിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും നമ്മുടെ ശ്രദ്ധ ഫോൺ എടുക്കണോ എടുക്കണ്ടേ അതിലേക്ക് പോവാം. ഫോണിൽ മെസ്സേജ് വരുന്ന സമയമുണ്ട് അല്ലേ. അതുപോലെ തന്നെ ചുറ്റുമുള്ള കാഴ്ചകളിൽ പലതരത്തിലുള്ള കാഴ്ചകളുണ്ട് നമ്മുടെ ശ്രദ്ധ കൊണ്ടുപോകാൻ. അപ്പൊ ഇതിനെല്ലാം കൂടിയാണ് നമ്മൾ ഡ്രൈവിംഗ് ഡിസ്ട്രാക്ഷൻസ് എന്ന് പറയുന്നത്, ഡ്രൈവിംഗിൽ നിന്നുള്ള വ്യതിചലനം. ഇതിൽ ഏറ്റവും അപകടം പിടിച്ച ഒരു വ്യതിചലനമാണ് മൊബൈൽ ഫോൺ. അതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ പ്രധാനപ്പെട്ട 3 ഡിസ്ട്രാക്ഷനും അതിലുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ പ്രധാന ഡിസ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാഴ്ച, നമ്മൾ തിരിഞ്ഞു ആ റോഡിൽ നിന്നുള്ള കാഴ്ച വേറൊരു ഭാഗത്തേക്ക് മാറ്റിക്കഴിഞ്ഞാൽ കാഴ്ച നമ്മുടെ ഡിസ്ട്രാക്റ്റഡ് ആയി അല്ലെ, കാഴ്ച പോയി. ആ മുന്നിലേക്കുള്ള കാഴ്ച എടുക്കുക, അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയാൽ നമ്മുടെ കാഴ്ച പോകും. നമ്മൾ വെള്ളം കുടിക്കാൻ വേണ്ടി എടുത്താൽ പോകും. ഫോണിലെ മെസ്സേജ്, നമ്മൾ ഫോൺ വിളിക്കുന്നതിനേക്കാൾ അപകടമാണ് ടെക്സ്റ്റിംഗ്. നമ്മളതിൽ മെസ്സേജ് ടൈപ്പ് ചെയ്യുന്നത് ഫോൺ വിളിക്കുന്നതിനേക്കാൾ അപകടമാണ്. കാരണം കാര്യമായി നമ്മുടെ കണ്ണ് ഫോണിലേക്ക് പോയി. പിന്നെ മറ്റൊന്ന്, ഫോണ് കൈ പിടിച്ചിട്ടാണ് ഫോൺ വിളിക്കുന്നെങ്കിൽ ഒരു കൈ സ്റ്റിയറിംഗിൽ നിന്ന് പോയി അല്ലേ, ഒരു കൈ സ്റ്റിയറിംഗിൽ നിന്ന് പോയില്ലേ. ഇപ്പം നമ്മൾ ഒരു ഈച്ചയോ കൊതുവോ നമ്മുടെ ചുറ്റും പാറിയാൽ അതിനെ പിടിക്കാൻ പോയാലും എന്ത് പോയി, ഒരു കൈ ഹാൻഡിൽ നിന്ന് പോയി. അത് നമ്മുടെ ഫിസിക്കൽ ഡിസ്ട്രാക്ഷനാണ്, നമ്മുടെ കൈ അതിൽ നിന്ന് പോവുക എന്നുള്ളത്. മൂന്നാമത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, എന്ത്? മെന്റൽ ഡിസ്ട്രാക്ഷൻ, നമ്മളുടെ ചിന്ത അല്ലെങ്കിൽ ശ്രദ്ധ ആ റോഡിൽ നിന്ന് പോവുക എന്നുള്ളത്. ഫോൺ വരുമ്പോൾ ഇത് 3ഉം പോവും അല്ലേ. ഫോണിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ശ്രദ്ധ പോവും, ഫോണിലൊക്കെ ഇതിലേക്ക് പോകും അല്ലെ. ഒരു കൈ എടുത്തിട്ട് വെച്ചാൽ ആ കൈ പോവും. പിന്നെ എങ്ങനെയാണ് കാഴ്ച പോകുന്നത്? കാഴ്ച പോകും, നമ്മൾ മുന്നിലേക്ക് നോക്കിയിട്ട് തന്നെയല്ലേ ഫോണിൽ